വീഡിയോയിൽ വൃത്തങ്ങൾ സർക്കിൾസ് എന്നതിൻ്റെ പാർട്ട് 1 ആണ് അവതരിപ്പിച്ചത്. അതിന് പേജ് 42-ലെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചിത്രത്തില് ഒരു സർക്കിള്, ആ സർക്കിളിന്റെ ഡയമീറ്റർ ആ വലിയ സർക്കിളിന്റെ സെന്ററിലേക്കൂടി ചെറിയൊരു സർക്കിള് കടന്നു പോകുന്നു. അപ്പോഴ് ഈ ചെറിയ സർക്കിളിനെ കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന കോഡ് ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്തത്. വലിയ സർക്കിള്, ആ വലിയ സർക്കിളിന്റെ സെന്ററിലൂടെ വലിയ സർക്കിളിന്റെ റേഡിയസ് ഡയമീറ്റർ ആയിട്ട് വരുന്ന സർക്കിളിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു കോഡ്, ഒരു ഞാൻ പോകുന്നുണ്ടെങ്കിൽ ആ കോഡ് ഈ കട്ട് ചെയ്യുന്ന പോയിന്റില് ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈക്വൽ പാർട്ടാക്കി മാറ്റുക എന്നാണ്. ഇപ്പോഴ് എ പി എ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിൽ ബൈസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എ ക്യൂ ഈക്വൽ ടു ക്യൂ പി ആയിരിക്കണം. അപ്പൊ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുക പൊതുവെ ആ സൈഡുകൾ വരുന്ന ട്രയാങ്കിളുകൾ കോൺഗ്രുവന്റ് ആണ്, തുല്യമാണ് എന്ന് തെളിയിക്കാൻ കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിളുകൾ ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ കഴിയും? ട്രയാങ്കിൾ ഉണ്ടാക്കാൻ കഴിയും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇതാ ഇങ്ങനെയുണ്ട്. അപ്പൊ ഇവിടെ ഒരു നമ്മളൊരു ലൈൻ ക്രിയേറ്റ് ചെയ്താല് ഇവിടെ ഒരു ട്രയാങ്കിൾ ആയി. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഇത് വലിയൊരു ട്രയാങ്കിൾ ആയി. ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആവില്ല. കോൺഗ്രുവന്റ് ആണ്, ഒരേ സൈസ് ആയിരിക്കണമല്ലോ. അപ്പൊ കോൺഗ്രുവന്റ് ആണ് എന്ന്, തുല്യമാണ്, സർവസമമാണ് എന്ന് തെളിയിക്കാൻ വഴിയില്ല. മറിച്ച് നമുക്ക് ഈ സൈഡ് ഇവിടുന്ന് ഇവിടത്തേക്കും ഇവിടുന്ന് ഇവിടത്തേക്കും ഈക്വൽ ആണെന്ന് കിട്ടും. കാരണം ഈ ചെറിയ സർക്കിള് വലിയ സർക്കിളിന്റെ സെന്ററിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് റേഡിയസ്, ആ റേഡിയസുകൾ ഈക്വൽ ആയതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്ക് തുല്യമായിരിക്കും. അപ്പൊ ഈ വലിയ ട്രയാങ്കിളിനെ ഒരു കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഇത് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും, ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സദൃശമാണ് എന്ന് നമുക്ക്, സാമ്യമുള്ളതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിന് രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് കിട്ടിയാൽ മതി. ആ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആവുന്ന കിട്ടുന്നതിന് എന്തെങ്കിലും സാധ്യത നോക്കിയാൽ, ഒന്ന് ഈ ചെറിയ ട്രയാങ്കിൾ ആണ്, ഒന്ന് ചെറിയ ട്രയാങ്കിൾ ആണ്, ഒന്ന് വലിയ ട്രയാങ്കിൾ ആണ്. ഒന്ന് വലിയ ട്രയാങ്കിൾ ആണ്, ഒന്ന് ചെറിയ ട്രയാങ്കിൾ ആണ്. അതില് ഈ ആംഗിള് ചെറിയ ട്രയാങ്കിളിലും ഉണ്ട്, അതുപോലെ വലിയ ട്രയാങ്കിളിലും ഒരേ ആംഗിൾ ആണ്. അപ്പോ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ചെറിയ ട്രയാങ്കിളിൽ 40 ഡിഗ്രി, വലിയ ട്രയാങ്കിളിൽ 40 ഡിഗ്രി. അതുകൊണ്ട് ഈ ആംഗിള് കോമൺ ആയിട്ട് വരുന്നത് കൊണ്ട്, ഇത് രണ്ട് ട്രയാങ്കിളിലും വരുന്നത് കൊണ്ട് അത് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി വേറെ ആംഗിൾ ഏതാ ഉള്ളത്? ഒന്ന് ഇവിടെയാണ് ഒരു ആംഗിൾ ഉള്ളത്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതേപോലെ ഇവിടെയും ഉണ്ട് ആംഗിൾ. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, അതായത് ഒരു സർക്കിളിന് അതിന്റെ ഡയമീറ്ററിന്റെ എൻഡിലേക്കൂടെ രണ്ട് കോഡുകൾ പോകുന്നുണ്ടെങ്കിൽ അത് ഈ പോയിന്റിൽ 90 ഡിഗ്രി ഉണ്ടാകും, 90 ഡിഗ്രി ഉണ്ടാകും. അപ്പൊ ഇത് 90 ഡിഗ്രി ആയിട്ട് വരും. ഇവിടെ നോക്കുക, ഇത് ചെറിയ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്, ഇത് പോകുന്നത് ഡയമീറ്ററിന്റെ എൻഡിലേക്കൂടെ, ഇതും പോകുന്നത് ഡയമീറ്ററിന്റെ എൻഡിലേക്കൂടെ. അപ്പൊ ഇതും എത്ര ഉണ്ടാവും? ഇതും 90 ഡിഗ്രി ഉണ്ടാവും, ഇതും 90 ഡിഗ്രി ഉണ്ടാവും. അപ്പോ ചെറിയ ട്രയാങ്കിളിലത്തെ ഈ ആംഗിള് വലിയ ട്രയാങ്കിളിൽ ഉണ്ട്, കാണുന്നത് ഈക്വലായി. ചെറിയ ട്രയാങ്കിളിൽ 90 ഉണ്ട്, വലിയ ട്രയാങ്കിളിൽ 90 ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിളുകളും, ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും എന്തായി? സിമിലർ ആണെന്ന് കിട്ടി. സിമിലർ ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അവരുടെ സൈഡ്സും ഒരേ റേഷ്യോയില്, ഒരേ അനുപാതത്തില് വിഭജിക്കും, ഭാഗിക്കുന്നതാണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും എടുത്തു കഴിഞ്ഞാല്
ഇവിടുന്ന് ഇവിടത്തേക്കും ഈക്വൽ ആയതുകൊണ്ട് ഇവിടുന്ന് ഇവിടത്തേക്കും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യുക. സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്ത് ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് മാത്രമാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് ഈക്വൽ ആവുന്നത്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരത്തിന്റെ ഇരട്ടിയാണ് ഇവിടുന്ന് ഇവിടത്തേക്കെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ളതിന്റെ ഇരട്ടിയായിരിക്കും ഇവിടുന്ന് ഇവിടത്തേക്ക് വരിക. അപ്പോ ഇത് നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരവും ഈ രണ്ട് ദൂരം തുല്യമാണ് തെളിയിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഇത് രണ്ടും തുല്യമായിട്ട് കിട്ടിയത് കൊണ്ട് മാത്രം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വൈറ്റ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. AQ ഈക്വൽ ടു QP എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് സദൃശമാണ് എന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി. ആംഗിൾ Qയും ആംഗിൾ Pയും ഇത് സെമി സർക്കിളിന്റെ ആംഗിൾ എന്ന രീതിയിൽ 90 ഡിഗ്രി എന്ന് പറയുന്ന രീതിയിൽ കിട്ടി, ഈക്വൽ ആണെന്ന്. അപ്പൊ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയതുകൊണ്ട് അവയുടെ സൈഡ്സ് ഈക്വൽ, റേഷ്യോ ഓഫ് സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് AQ ഈക്വൽ ടു QP എന്ന് കിട്ടും. കാരണം AO ഈക്വൽ ടു OB ആയതുകൊണ്ട് റേഡിയസ് ആണ്. Q ബൈസെക്ട്സ് AB എന്ന് കിട്ടും. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത പേജ് നമ്പർ 42-ലെ അഞ്ചാമത്തെ 5th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു സെറ്റ് സ്ക്വയർ അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സർക്കിളിന്റെ പെരിമീറ്ററും ചുറ്റളവും അതേപോലെ തന്നെ അതിന്റെ ഏരിയ പരപ്പളവും കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സർക്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പെരിമീറ്റർ കാണുമ്പോൾ അതിന്റെ റേഡിയസ് അറിഞ്ഞിരിക്കണം. കാരണം സർക്കിളിന്റെ റേഡിയസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് 2πr അതേപോലെ ഏരിയ πr² കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ളത് മാത്രമാണ് നമുക്ക് തന്നത്. നമ്മുടെ ഈ സർക്കിളിലെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഒരു സർക്കിളിന് ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്നുണ്ടെങ്കിൽ ആ 90 ഡിഗ്രി വരുന്നതിന്റെ ലൈൻ ഏതിലേക്കൂടെ പാസ് ചെയ്യും? സർക്കിളിന്റെ ഡയമീറ്ററിലേക്കൂടെ, അതിന്റെ എൻഡ് പോയിന്റിലേക്കൂടെ പാസ് ചെയ്യും. വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളിലൂടെ കടന്നു പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. 90 ഡിഗ്രി വരികയാണെങ്കിൽ അത് ഇതിപ്പോ 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ പറയുന്ന ലൈൻ ഏതിലേക്കൂടെ പാസ് ചെയ്യാം? ഇതിലേക്കൂടെ. അതായത് ഇവിടെ ഡയമീറ്റർ വരച്ചാല് ഡയമീറ്ററിന്റെ എൻഡിലേക്കൂടെ, വ്യാസത്തിന്റെ അഗ്രത്തിലേക്കൂടെയാണ് പാസ് ചെയ്യുക. അപ്പൊ AC എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഡയമീറ്റർ വ്യാസമായിട്ട് വരും. അപ്പൊ AC ഡയമീറ്റർ ആണെങ്കിൽ ഇത് എന്ത് ത്രികോണമായി? ABC ഞാനിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ Aയും Cയും ജോയിൻ ചെയ്താൽ ACB എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ, ഒരു മട്ട ത്രികോണമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് ഇത് രണ്ട് സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഉള്ള 3 എന്ന് കിട്ടിയിട്ടുണ്ട്, 3. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് നമുക്ക് 6 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ബേസും കിട്ടിയിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹൈപ്പോട്ന്യൂസ് ഇത് മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത്, കർണം മാത്രമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് നമുക്ക് എന്തറിയാം? ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ അല്ലെങ്കിൽ വലിയ സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ചെറിയ സൈഡുകളുടെ സ്ക്വയറുകൾ കണ്ടിട്ട് ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ AC സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. AC സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയറും BC സ്ക്വയറും ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ AB സ്ക്വയർ എത്രയാണ്? 3 സ്ക്വയർ ആണ്. BC സ്ക്വയറോ 6 സ്ക്വയർ ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 9 36 കൂടി നമുക്ക് 45 45 കിട്ടും. 45 AC സ്ക്വയർ ആയതുകൊണ്ട് AC √45 √9 × 5 ആണ്. √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. കാരണം 5 പെർഫെക്റ്റ് അല്ലാത്തത് കൊണ്ട് 5 റൂട്ട് ഇല്ല. അതുകൊണ്ട് 9 പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ടാണ് നമുക്ക് 9 3 കിട്ടുന്നത്. അപ്പൊ 3 മറ്റേത് √5 തന്നെ ആയിട്ട് കിട്ടി. ഇത് AC ആണ്. AC എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. അപ്പൊ ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ, വ്യാസം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് ആര് നമുക്ക് കിട്ടും? അതിന്റെ ഹാഫ്. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് AC/2 3√5/2 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പെരിമീറ്ററും ഏരിയയും കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് യാതൊരു പ്രയാസമില്ല, കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്.
2π r ആയതുകൊണ്ട് തന്നെ 2π ഇൻറ്റു റേഡിയസ് 3√5/2 ആണ്. 2ഉം 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈ 3√5 കിട്ടും. അതിന്റെ പൈയുടെ വില അപ്രോക്സിമേറ്റ് വാല്യൂ 3.14 കൊടുത്തു. √5 വില 2.236 നമുക്ക് കാൽക്കുലേറ്റർ നമുക്ക് കിട്ടും. √5 2.236 ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 20.39 കിട്ടും. അതേപോലെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. പൈയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ 3.14, 3√5/2 അപ്പോൾ 3യുടെ സ്ക്വയർ നമുക്ക് 9 കിട്ടും. പൈ ആർ സ്ക്വയർ ആയതുകൊണ്ട് √5ന്റെ സ്ക്വയർ 5, 2ന്റെ സ്ക്വയർ 4 മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസിങ് കാൽക്കുലേറ്റർ വി ഗെറ്റ് ദ ഏരിയ 35.325 യൂണിറ്റ് സെന്റിമീറ്ററോ മീറ്ററോ തരാത്തതുകൊണ്ട് നമ്മൾ സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതും. അപ്പൊ ഈ ക്വസ്റ്റിന്റെ പ്രത്യേകത കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പരീക്ഷാ ഹാളിൽ പോയിട്ട് ആൻസർ കണ്ടുപിടിക്കുക എന്നല്ല, മറിച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അത് സെമി സർക്കിളിൽ റൈറ്റ് ആംഗിൾഡ് ആണ് വരുന്നത് എന്നും അപ്പോൾ അതിന്റെ ഹൈപ്പോട്ടനസ് നമുക്ക് ഡയമീറ്റർ ആയിട്ട് വരുന്നത് എന്നുള്ള ഐഡിയ നമ്മുടെ ഉള്ളിലേക്ക് വരാനും റേഡിയസ് കണ്ടുപിടിക്കാനുള്ളതാണ് ഈ പ്രോബ്ലത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എടുക്കുന്നത്. പേജ് 43 43ാമത്തെ പേജിലത്തെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ആ ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ട് സർക്കിൾസ് എയിലും ബിയിലും 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ എ പിയും എ ക്യൂയും ഈ 2 സർക്കിൾസിന്റെയും ഡയമീറ്റർ ആണ്. എ പി ഒരു ഡയമീറ്റർ, എ ക്യൂ ഒരു ഡയമീറ്റർ. എന്താണ് തെളിയിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പ്രൂവ് ചെയ്യേണ്ടത് പി ബി ക്യൂ ഈ പോയിന്റ്, ഈ ഇന്റർസെക്ട് ചെയ്ത ഈ പോയിന്റ് ഇവ മൂന്നും ഒരു ലൈനിലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യത്തെ രണ്ടെണ്ണമാണ് അതിൽ പ്രൂവ് ചെയ്യാൻ. ഫസ്റ്റ് പാർട്ട് അതാണ് പി ബി ക്യൂ പോയിന്റ് ഒരു ലൈനിലാണെന്ന്. ഇത് ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇതിന്റെ കൺസെപ്റ്റ് കാണിച്ചിട്ടുണ്ട്. 3 പോയിന്റ് ഒരു ലൈനിലാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വരുന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളുകൾ ആഡ് ചെയ്താൽ 180 കിട്ടിയാൽ മതി എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെയും ബി എന്ന് പറയുന്ന ഈ പോയിന്റ് പി ക്യൂലാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ബിയിൽ ഉണ്ടാക്കുന്ന 2 ആംഗിൾ. അപ്പോൾ ഈ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പിയും ക്യൂവും തമ്മിൽ ജോയിൻ ചെയ്യുന്നു, എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇത് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ ആണെങ്കിൽ അവിടെ വരുന്ന ആംഗിള്, സെമി സർക്കിളിൽ വരുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. അതേപോലെ തന്നെ ഈ സർക്കിളിലത്തെ ഇത് ഡയമീറ്റർ ആണ്, അപ്പൊ ഇത് സെമി സർക്കിൾ ആണ്, അർദ്ധവൃത്തമാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര വരിക? 90 ഡിഗ്രിയാണ് വരിക. അപ്പൊ ഇത് 2 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. 180 ആണ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഇസ് എ പോയിന്റ് ഓൺ പി ക്യൂ. ബി പി ക്യൂവിൽ ഒരു പോയിന്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, ഒരു പോയിന്റ് ഒരു ലൈനിലെ പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഓർമ്മിക്കുക, ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് 180 ആയാൽ മതി. അപ്പൊ ആംഗിൾ ചോദ്യത്തിലില്ല, അപ്പൊ നമ്മൾ ആംഗിൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഐഡിയ മനസ്സിലായിരുന്നു? ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ അതിന്റെ പ്രൂഫ് എഴുതിയിട്ടുണ്ട്. ആംഗിൾ പി എ ബി, പി ബി എ 90 ഡിഗ്രി, ക്യൂ ബി എ 90 ഡിഗ്രി, രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 180 കിട്ടി. അതുകൊണ്ട് പി ബി എയും ക്യൂ ബി എയും ലീനിയർ പെയറാണ്, രേഖീയ ജോഡികളാണ്. 2 ആംഗിളുകൾ രേഖീയ ജോഡികളായാൽ നമുക്കറിയാം ബി ഇസ് എ പോയിന്റ് ഓഫ് പി ക്യൂ. അതായത് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ, ഒരു ലൈനിലാണ് പിയും ബിയും ക്യൂ. ഓക്കെ, പേജ് 43ലെ 6th ക്വസ്റ്റ്യനിലെ 2ാമത്തെ പാർട്ടാണ് ഇനി പറയാൻ പോകുന്നത്. 2ാമത്തെ പാർട്ട് എന്താ പറഞ്ഞത് വെച്ചാല്, ഈ 2 സർക്കിളിൽ നിന്ന് ഈ 2 സർക്കിളിന്റെ സെന്റേഴ്സ് ജോയിൻ ചെയ്യാണ്. സെന്റേഴ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈൻ പി ക്യൂ എന്ന് പറയുന്ന ലൈനിന് പാരലലാണ് എന്നും സമാന്തരമാണ് എന്നും, പി ക്യൂ എന്ന് പറയുന്നത് ഈ എം എൻ എന്ന് പറയുന്ന ലെങ്ത്തിന്റെ ഡബിൾ ആണ് എന്നുമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എം എൻ എന്ന് പറയുന്നത് പി ക്യൂവിന്റെ പകുതി, ഹാഫ് ആണെന്നും എം എൻ ഇതിന് പാരലാണെന്നും. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെയുള്ളത് ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡുകളുടെ, ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡിന്റെ, ഈ സൈഡിന്റെ ഈ മിഡ് പോയിന്റും ഈ മിഡ് പോയിന്റും ജോയിൻ ചെയ്ത് കിട്ടിയാൽ ആ കിട്ടുന്നത് അതിന്റെ 3rd സൈഡിന്റെ പാരലാണെന്നും 3rd സൈഡിന്റെ ഹാഫ് ആണെന്നും നേരത്തെ നമുക്കറിയാം.
ആ ഒറ്റ പ്രോപ്പർട്ടി അറിഞ്ഞാൽ ഈ പ്രോബ്ലം അങ്ങ് തീർന്നു. അപ്പോൾ നമ്മളിവിടെ എഴുതുകയാണ് ലൈൻ ജോയിനിങ് ദി മിഡ് പോയിന്റ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഹാഫ് ദി ലെങ്ത് ഓഫ് ദി തേർഡ് സൈഡ് ആൻഡ് പാരലൽ ടു ഇറ്റ്. അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റുകൾ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ലൈൻ, രേഖ, വര മൂന്നാമത്തെ സൈഡിന് പാരലും ഇതിന്റെ ഹാഫ് ആണെന്നാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്. ആ ഒരൊറ്റ പ്രോപ്പർട്ടി അവിടെ എഴുതി വെക്കുകയും അവിടെ എഴുതി വെച്ചതിന് ശേഷം എം എ പിയുടെ മിഡ് പോയിന്റ് ആണ്. കാരണം എം അതിന്റെ സെന്റർ ആണ്. ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് എം സെന്റർ ആയതുകൊണ്ട് അത് മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. എൻ എ ക്യൂബിന്റെ മിഡ് പോയിന്റ് ആണ്. കാരണം എൻ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ സെന്റർ ആണ്, ഇത് ഡയമീറ്റർ വ്യാസമാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എന്താണ് നമുക്ക് കിട്ടി? മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനാണ്, വരയാണ് ഏത്? എം എൻ എന്ന് പറയുന്നത്. അപ്പൊ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈൻ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? നേരത്തെ പ്രോപ്പർട്ടി വെച്ചിട്ട് അത് തേർഡ് സൈഡിന് പാരലാണ്, കൂടാതെ തേർഡ് സൈഡിന്റെ ഹാഫ് ആണ്. കഴിഞ്ഞല്ലോ, അത് തന്നെയല്ലേ ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും മിഡ് പോയിന്റ് ആണ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ ഈ പ്രോബ്ലം തീർന്നു. ഓക്കെ, അപ്പോൾ എഴുതേണ്ടത് എം ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് പി എ. എം പി എയുടെ മധ്യബിന്ദുവാണ്. എൻ ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് എ ക്യൂ. എൻ എ ക്യൂവിന്റെ മധ്യബിന്ദുവാണ്. അതുകൊണ്ട് എം എൻ പാരലൽ ടു, പാരലലിന്റെ സിംബൽ ഓർമ്മിക്കുമല്ലോ, പാരലൽ ടു പി ക്യൂ ആൻഡ് പി ക്യൂ ഈക്വൽ ടു 2mn. പി ക്യൂ ഈക്വൽ ടു 2mn, അല്ലെങ്കിൽ mn ഈക്വൽ ടു എഴുതുന്നുണ്ടെങ്കിൽ ഹാഫ് പി ക്യൂ. അപ്പൊ ആ ഒരൊറ്റ പ്രോപ്പർട്ടി രണ്ട് മിഡ് പോയിന്റ് ആണെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാൻ കഴിയും. ഓക്കെ, പേജ് 43, 43ാമത്തെ പേജിലെ 7ാമത്തെ 7th ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കുക, അതിൽ പറയുന്നത് ഫിഗർ ഒന്നും അതിലില്ല, ഫിഗർ നമ്മൾ വരക്കുന്നതാണ്. പറയുന്നത് ഇങ്ങനെയാണ്: ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ ഐസോസെലസ് ആയിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഡയമീറ്റർ ആയിട്ട് വരക്കുന്ന സർക്കിൾസ് തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. അതായത് ഐസോസെലസ് ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ ടു എ സി ആവുന്ന രീതിയിൽ ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്. അതില് ഈ സൈഡ് വരുന്ന ഡയമീറ്റർ ആയിട്ട് വരുന്ന സർക്കിളും ഈ സൈഡ് ഡയമീറ്റർ ആയിട്ട് വരുന്ന സർക്കിളും പാസ് ചെയ്യുന്നത് ഈ മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ഐസോസെലസ് ട്രയാങ്കിൾ രണ്ട് സൈഡ്, ആ രണ്ട് സൈഡ് ഡയമീറ്റർ ആയിട്ട് രണ്ട് സർക്കിൾ വരയ്ക്കുക. അപ്പൊ രണ്ട് സർക്കിളും കൂടെ എവിടെ മുട്ടുന്നു? മൂന്നാമത്തെ സൈഡിന്റെ മിഡ് പോയിന്റിൽ മുട്ടുന്നു, ടച്ച് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇത് മിഡ് പോയിന്റിലാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസും ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് കിട്ടിയാൽ മതിയല്ലോ, അകലം തുല്യാന്ന് കിട്ടിയാൽ മതി. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരുന്നത് എപ്പോഴാണ്? പൊതുവെ എല്ലാ പ്രോബ്ലത്തിനും രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആ സൈഡുകൾ വരുന്ന ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണ്, ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യുമ്പോഴാണ്. അപ്പൊ രണ്ട് സൈഡുകളിൽ വരുന്ന ട്രയാങ്കിളുകൾ കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടിയാൽ, സർവ്വസമമാണെന്ന് കിട്ടിയാൽ നമുക്ക് ഈ പറയുന്നത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ അങ്ങനെ ട്രയാങ്കിൾ ഉണ്ടോ? ഇല്ല. ട്രയാങ്കിൾ ഉള്ളത് വലിയൊരു ട്രയാങ്കിൾ ആണ്, അല്ലാതെ ബി പി വരുന്ന ഒരു ട്രയാങ്കിൾ ഇല്ല, പി സി വരുന്ന ട്രയാങ്കിൾ ഇല്ല. ഓക്കെ, അതുകൊണ്ട് ബി പിയും പി സിയും വരുന്ന ഒരു ട്രയാങ്കിള് നമ്മൾ ഇവിടെ വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഇങ്ങനെ നമുക്കിങ്ങനെ വരച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടി? രണ്ട് ട്രയാങ്കിൾ കിട്ടി. ആ രണ്ട് ട്രയാങ്കിളില് ഏതിലും വരും? ഇത് ഒരു ട്രയാങ്കിള്, ഇതൊരു രണ്ട് സൈഡും വന്നു. ഓക്കെ, ഇനി എന്ത് ചോദിച്ചാൽ മതി? ഈ സൈഡും ഈ സൈഡ് ഈക്വൽ ആണെന്ന് കിട്ടിയാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ട്രയാങ്കിളും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ആണെന്ന് എങ്ങനെയാണ് പറഞ്ഞത്? ഇത് നോക്കുക, ഇത് ഡയമീറ്റർ അല്ലേ? നമ്മൾക്ക് പറഞ്ഞില്ലേ ഡയമീറ്റർ ആണെന്ന് പറയുന്ന സമയത്ത് അതിൽ വരുന്ന ആംഗിൾ, സെമി സർക്കിളിൽ ആംഗിൾ വരുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത് ഡയമീറ്റർ ആണ്, അതിൽ വരുന്ന ആംഗിൾ അല്ലേ ഇത്? അപ്പൊ ഇത് എത്രയാണ്? 90 ഡിഗ്രി. ഇപ്പുറത്തും എത്രയാണ്? 90 ഡിഗ്രിയാണ് കിട്ടും. അപ്പൊ 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം ആവുന്ന സമയത്ത് അത് രണ്ടും തുല്യമാണെന്ന്, കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മതി?
ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ട്ന്യൂസ് കർണം തുല്യാന്ന് കിട്ടിയാൽ മതി. ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ട്ന്യൂസ് കർണം ഏതാണ് വരിക? ഇത്. അപ്പോ ഇതും ഇതും ഈക്വൽ ആണോ? ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് സമ പാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐസോസെലസിന്റെ പ്രത്യേകത രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഈ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ഇത്. ഓക്കെ, ഇതും ഈക്വൽ ആണ് കിട്ടി, ഹൈപ്പോട്ടന്യൂസ് കിട്ടി. പിന്നെ അടുത്തത് എന്താണ് വേണ്ടത്? ഒരു സൈഡും കൂടി ഈക്വൽ ആണ് കിട്ടണം. മറ്റു സൈഡുകൾ ഏതാണ്? ഇതുമാണ്. ഇത് ഈക്വൽ ആണ് നമുക്ക് അറിയില്ല. അപ്പൊ ഇത് രണ്ടിൽ വരുന്നതാണല്ലോ. എ പി എന്ന് പറയുന്ന ഈ സൈഡ് വശം ഇതിലും വരുന്നുണ്ട് ഇതിലും വരുന്നുണ്ട്, അതുകൊണ്ട് തുല്യമാണ്. അതുകൊണ്ട് എ പി രണ്ടിലും ഈക്വൽ ആയതുകൊണ്ട് ഒരു സൈഡ് കിട്ടി, കൂടാതെ ഹൈപ്പോട്ടന്യൂസും കിട്ടി. അപ്പൊ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണെന്ന് കിട്ടി. രണ്ട് ട്രയാങ്കിളും ഈക്വൽ സർവസമമാണെന്ന് കിട്ടിയത് കൊണ്ട് അവയുടെ സൈഡുകളും ഈക്വൽ ആയിരിക്കും. ഓക്കെ, തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം എഴുതിയത് ബി പി ഈക്വൽ ടു പി സി എന്ന് പ്രൂവ് ചെയ്യണം. അതിന്റെ കാരണം ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടെ കടന്നു പോകുന്നു പറഞ്ഞുകൊണ്ട്, സർക്കിൾസ് മിഡ് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടാണ് ബി പി ഈക്വൽ ടു പി സി എന്ന് പറഞ്ഞത്. ജോയിൻ എ ആൻഡ് പി, എയും പിയും കൂടെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എ പി ബി 90 ഡിഗ്രി, എ പി സി 90 ഡിഗ്രി, എ പി ബി ഞാൻ നേരത്തെ പറഞ്ഞ ഈ റെഡിൽ മാർക്ക് ചെയ്ത് 90 ഡിഗ്രി, സെമി സർക്കിൾ ഇപ്പുറത്തത് 90 ഡിഗ്രി. 90 ഡിഗ്രി ആയതുകൊണ്ട് അത് റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണം. ഈ രണ്ട് ട്രയാങ്കിളും അപ്പുറം ഇപ്പുറം കാണുന്നത് മട്ടത്രികോണം. മട്ടത്രികോണം ആണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം തുല്യാക്കാൻ എന്ത് മതി? അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എ ബിയും എ സിയും തുല്യം, ഹൈപ്പോട്ടന്യൂസ് തുല്യം, കർണം തുല്യത കിട്ടി. കൂടാതെ എ പി ഈക്വൽ ടു എ പി, അതൊരു കോമൺ സൈഡ് രണ്ടിലും വരുന്നതാണ് എ പി. പിന്നെ അതുകൊണ്ട് ഈ ട്രയാങ്കിളും RHS തിയറം പ്രകാരം ഈ കോൺഗ്രുവന്റ് ആണ്, സർവസമമാണ്. അതുകൊണ്ട് എന്ത് കിട്ടും നമുക്ക്? പി ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? പി സി കിട്ടും. പി ബി ഈക്വൽ ടു പി സി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പി ബി ഈക്വൽ ടു പി സി എന്ന് പറഞ്ഞാൽ പി ഈ വലിയ നീളത്തിന്റെ മിഡിലാണ്. ദാറ്റ് മീൻസ് two circle passes through ഏത് പോയിന്റ്? മിഡ് പോയിന്റ് ഓഫ് തേർഡ് സൈഡ്. ഓക്കെ, നെക്സ്റ്റ് പേജ് 43-ലത്തെ 8th ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു റോംബസ് എ ബി സി ഡി എന്ന് പറഞ്ഞ റോംബസ് എന്ന് പറഞ്ഞാൽ 4 സൈഡ്സും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു പാരലോഗത്തിന്റെ പ്രോപ്പർട്ടി ഉള്ളത്. 4 സൈഡും ഈക്വൽ ആയിട്ട് വരും. അതിനാണ് നമ്മൾ റോംബസ് എന്ന് പറയുക. ഈ റോംബസിന്റെ ഓരോ സൈഡും ഓരോ സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പൊ ഈ സൈഡ് റോംബസിന്റെ സൈഡ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ, ഈ സൈഡ് ഈ സർക്കിളിന്റെ ഡയമീറ്റർ, അങ്ങനെ 4 സർക്കിളിന്റെയും ഡയമീറ്ററുകളാണ് റോംബസ് ആയിട്ട് വരുന്നത്. എങ്കിൽ ഈ 4 സർക്കിൾസും ഒരു കോമൺ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് റോംബസിന്റെ ഒരു വേറെ തരത്തിൽ ചെയ്യാം. നമുക്ക് എല്ലാം ഒരേ രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ അറിയില്ല, ഒരു പോയിന്റ് ഒരു ലൈനിലാന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾസിന്റെ സമ്മ് 180 കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ അതേപോലെ ഈ പോയിന്റ് ഈ സർക്കിളിന്റെ എല്ലാം കോമൺ പോയിന്റ് ആണ് എങ്കിൽ ഈ കോമൺ പോയിന്റിൽ വരുന്ന ആംഗിൾസ് എല്ലാം കൂട്ടിയാൽ നമുക്ക് 360 കിട്ടിയാൽ മതി. കോമൺ പോയിന്റ്സ് നമുക്ക് ഞാൻ പറഞ്ഞുതരാം, ടെൻഷൻ അടിക്കണ്ട. ഇത് ഡയമീറ്റർ ആണല്ലോ. ഡയമീറ്റർ വരുമ്പോ ഇത് സെമി സർക്കിൾ ആണല്ലോ. ഇവിടുന്ന് ഇവിടത്തേക്ക് സെമി സർക്കിൾ ആയിട്ട് വരുമ്പോൾ ആ സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ എത്രയാ വരിക? സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രി വരും. അപ്പൊ ഇതാ ഈ ആംഗിളിനെ ഞാൻ ഇങ്ങനെ വരക്കുകയാണ്. ഇതെത്ര വരും? 90 ഡിഗ്രി വരുമല്ലോ. ഓക്കെ, ഇനി ഇപ്പുറം ഞാൻ ഇത് കണ്ടില്ലേ, ഇത് ഒരു സെമി സർക്കിൾ ആണ്. ഇത് ഒരു സെമി സർക്കിൾ ആണ്. ആ സെമി സർക്കിളിൽ വരുന്ന ആംഗിള് ഇത് എത്ര വരും? 90 ഡിഗ്രി വരും. ഇനി ഇതൊരു സെമി സർക്കിൾ ആണ്. അവിടുന്ന് ഇവിടത്തേക്ക് ഞാൻ വരക്കുകയാണ്. ഇത് 90 ഡിഗ്രി വരും. അപ്പൊ ഇപ്പുറത്ത് എത്ര വരും? 90 ഡിഗ്രി വരും. അപ്പൊ 4 സെമി സർക്കിൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ആ സെമി സർക്കിളിൽ വരുന്ന ആംഗിൾസ് 90 ഡിഗ്രി എന്ന് പറയാൻ പറ്റും. ഈ വൈറ്റ് ബോർഡില് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞത് മാതിരി ഡ്രോ എ പി ബി പി സി പി ഡി പി. എ പിയും ബി പിയും ഡി പിയും സി പിയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു.
ഈ എ ഡിയും ഡി സിയും ഇതൊക്കെ ഡയമീറ്റേഴ്സ് ആണ്, അതായത് വ്യാസമാണ് സർക്കിളിന്റെ. എ പി ഡി 90 ഡിഗ്രി, എ പി ബി ഇത് ഓരോന്നും 90 ഡിഗ്രി ആണ് ആംഗിൾ എന്ന് എഴുതി. കാരണം എല്ലാം സെമി സർക്കിളിൽ വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്, പഠിച്ച പ്രോപ്പർട്ടി തന്നെയാണ്. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 360 ഡിഗ്രി കിട്ടി. അപ്പൊ 4 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 360 ഡിഗ്രി കിട്ടുന്നുണ്ട്. പി ഇസ് ദി കോമൺ പോയിന്റ്. പി ഇതിന്റെ കോമൺ പോയിന്റ് ആണ്. നോക്കാം, എല്ലാത്തിന്റെയും ഇടയിൽ വരുന്ന പോയിന്റ് കണ്ടില്ലേ, പി ആണ്. ഡി പി സി പി, ബി പി സി പി, എ പി ബി പി, എല്ലാത്തിലും കോമൺ പോയിന്റ് എന്ത് വരും? പി ഇസ് ദി കോമൺ പോയിന്റ്. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 4 സർക്കിൾസും ഏതിൽ പാസ് ചെയ്യുന്നു? ഒരു കോമൺ പോയിന്റിലേക്ക് കൂടെ പാസ് ചെയ്യുന്നു, പൊതുബിന്ദുവിലേക്ക് കൂടി കടന്നു പോകുന്നു എന്ന് എഴുതാൻ പറ്റും. ഇത് വേറൊരു തരത്തിൽ പറയാൻ പറ്റും. കാരണം ഇത് ഒരു റോംബസ് ആണ്. റോംബസ് ആയതുകൊണ്ട് അതിന്റെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് അതറായി ബൈസെക്ട് ചെയ്യും, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയിരിക്കും എന്ന് പ്രോപ്പർട്ടി വെച്ച് ചെയ്യാം. അപ്പോ നമ്മൾക്ക് കോമൺ ആയിട്ട് ഒരു പോയിന്റ് കോമൺ ആണെന്ന് പറഞ്ഞാൽ ലൈനിലാണ് എങ്കിൽ നമുക്ക് 180 ആണ് പ്രൂവ് ചെയ്താൽ മതി. അതേ സമയത്ത് 4 ടോട്ടൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 360 ആണ് പ്രൂവ് ചെയ്താലും നമുക്ക് 24 കിട്ടും. പഠിച്ച പ്രോപ്പർട്ടി മാത്രം വെച്ചിട്ട് എഴുതി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. പേജ് 43 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ റോംബസ് ആയിരുന്നു അതിന്റെ ഡയമീറ്റർ എങ്കിൽ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഈ 2 സൈഡ് ഈക്വൽ, റോംബസിന് 4 സൈഡ് ഈക്വൽ ആയിരിക്കുമല്ലോ, എന്നാൽ ഈ ക്വാഡ്രിലാറ്ററില് 2 അഡ്ജസന്റ് സൈഡ്, സമീപ വശമായിട്ടില്ല, അടുത്തടുത്ത വശങ്ങളുടെ 2 വശങ്ങൾ ഈക്വൽ. അപ്പൊ ഇതിന്റെ ഇതും ഈക്വൽ, ഇത് ഈക്വൽ ടു ഇത്, ഇത് ഈക്വൽ ടു ഇത്, അല്ലാണ്ട് 4 ഈക്വൽ അല്ല. ഇങ്ങനെ ഈ 2 മാത്രം ഈക്വൽ ആയാലും നേരത്തെ പറഞ്ഞിരിക്കുന്ന സർക്കിൾസ് ഒരേ പോയിന്റിൽ കൂടെ തന്നെ കടന്നു പോകുന്നു. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലെ ഇത് തമ്മിൽ വ്യത്യാസം, 2 വ്യത്യാസമുള്ളത്. ഒന്ന്, ഈ ഡയമീറ്ററുകളെല്ലാം ഈക്വൽ ആയിരുന്നു നേരത്തേതിൽ. രണ്ടാമത്തേതിൽ 4 സർക്കിൾസും ഒരേ വലിപ്പമായിരുന്നു. ഇവിടെ 2 സർക്കിൾസ് ഒരേ വലിപ്പമായതുകൊണ്ട് അതിന് വരുന്ന ഡയമീറ്റേഴ്സ് ഈക്വൽ. ഈ 2 വലിയ സർക്കിൾ ഒരേ സൈസ് ആയതുകൊണ്ട് അതിന് വരുന്ന ഡയമീറ്റർ വ്യാസം ഈക്വൽ. ഇതാണ് അത് തമ്മിലെ വ്യത്യാസം. അപ്പൊ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇവിടെയും പ്രൂവ് ചെയ്യേണ്ടത് ഈ 4 സർക്കിൾസും ഒരേ പോയിന്റിലൂടെ കടന്നു പോകുന്നു. ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പൊ നേരത്തെ ചെയ്ത അതേ പ്രോബ്ലത്തിന്റെ അത് തന്നെ നമുക്ക് എഴുതി വെച്ചാൽ ഇതിന്റെയും ആൻസർ ആയി. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ആയി. എന്തുകൊണ്ടാണ് ആൻസർ ആണെന്ന് ശ്രദ്ധിക്കണം. ഇത് ഡയമീറ്റർ ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഇത് 90 ഡിഗ്രി കിട്ടിയത്. ഓക്കെ, അപ്പൊ 4 സർക്കിളിന്റെ കോമൺ പോയിന്റ് ആണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആ പോയിന്റിൽ വരുന്ന ആംഗിൾസിന്റെ സമ്മ് 360 ഡിഗ്രി, 360 ഡിഗ്രി ആയാൽ മതി എന്ന് ഓർത്തു വെക്കുക. ഡിയർ സ്റ്റുഡൻസ്, പേജ് 44 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അതായത് ഒരു സെമി സർക്കിള്, ആ സെമി സർക്കിളില് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, സെമി സർക്കിളില് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിന്റെ ഈ സൈഡിന് ഈ സെമി സർക്കിൾ വന്നു, ഈ സൈഡിന് ഒരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ ഈ സൈഡിനും ഇവിടെയും ഒരു സെമി സർക്കിൾ, ഈ സൈഡിന് വേറെ ഒരു സെമി സർക്കിൾ ഉണ്ട്. അപ്പൊ പറയുന്നത് ഈ റെഡ് കളർ ചെയ്ത ഏരിയയും ഈ ബ്ലൂ കളർ ചെയ്ത ഏരിയയും ആഡ് ചെയ്താല് ഈ ബ്ലാക്ക് കളർ ചെയ്തിട്ടുള്ള ഏരിയ, അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ബ്ലൂയിഷ് പോർഷൻ, ഈ ചന്ദ്രക്കല മാതിരിയിലെ ഈ ബ്ലൂയിഷ് കളറും ഈ റെഡ് കളറിന്റെയും ഏരിയകൾ ആഡ് ചെയ്തതായിരിക്കും എന്നാണ് പറയുന്നത്. പ്രൂവ് ചെയ്യണം, അങ്ങനെയാണ് തെളിയിക്കുന്നത്. അപ്പോൾ നമുക്ക് ആകെ അറിയുന്നത് എന്താണ്? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, ഇതൊരു സെമി സർക്കിൾ ആണ് എന്നുള്ളതാണ് അറിയാം. അപ്പൊ ഇതേപോലെ ഈ സൈഡിൽ സെമി സർക്കിൾ വരച്ചതുപോലെ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡിൽ ഒരു സെമി സർക്കിൾ, ഈ സൈഡിൽ ഒരു സെമി സർക്കിൾ ആണ് ഉള്ളത്. ഏരിയകളാണ് നമുക്ക് എന്താ പറയുക ഈക്വലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതില് ഈ സെമി സർക്കിളിന്റെ ഏരിയ കിട്ടണമെങ്കിൽ ഇത് ഡയമീറ്റർ ആണല്ലോ. അതായത് ഈ സെമി സർക്കിളിന്റെ ഏരിയ കിട്ടണമെങ്കിൽ ഇത് ഡയമീറ്റർ ആണ്. സമ്മതിച്ചില്ലേ? ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. സമ്മതിച്ചല്ലോ? സമ്മതിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ അറിയാൻ പറ്റുന്നത് ഈ സൈഡ് ഡയമീറ്റർ ആയതുകൊണ്ട് ഇതിന്റെ ഹാഫ് ആയിരിക്കും
എ സി ഡയമീറ്റർ ആയതുകൊണ്ട് എ സിയുടെ ഹാഫ് AC/2 ആയിരിക്കും ഈ സെമി സർക്കിളിന്റെ റേഡിയസ്. AC/2 ഇവിടുത്തെ അടുത്തേക്ക് എ സിയിലെ ഹാഫ് ആയിരിക്കും ഇതിന്റെ റേഡിയസ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇനിയോ ഇത് ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള റേഡിയസ്, ഈ ഡിസ്റ്റൻസ് കിട്ടിയാൽ ഇതിന്റെ റേഡിയസ് കിട്ടും. അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടുന്ന് ഇവിടുത്തെ സെമി സർക്കിളിന്റെ ഏരിയ കാണാൻ ഈ AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അത് കിട്ടിയാൽ മതി. അപ്പോ AC-യും BC-യും AB-യും തമ്മിലുള്ള റിലേഷൻ മറ്റൊരു തരത്തിൽ ഞാൻ ആദ്യം പറയുകയാണ്. ഈ സെമി സർക്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? സർക്കിളിന്റെ ഏരിയ എന്താ? പൈ r സ്ക്വയർ, പൈ റേഡിയസ് സ്ക്വയർ. ഓക്കെ, സർക്കിളിന്റെ ഏരിയ പൈ r സ്ക്വയർ, പൈ റേഡിയസ് സ്ക്വയർ ആണ് വരിക. അപ്പൊ സെമി സർക്കിൾ എത്രയായിരിക്കും? അതിനു മുമ്പ് ഹാഫ് കൊടുത്താൽ മതിയല്ലോ. വൃത്തത്തിന്റെ നേരെ പകുതിയല്ലേ, പകുതി വൃത്തം വരിക, അർദ്ധവൃത്തം വരിക. അപ്പോൾ ഹാഫ് പൈ r സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ ഹാഫ് പൈ റേഡിയസ് സ്ക്വയർ ആണ്. സെമി സർക്കിളിന്റെ ഏരിയ ഹാഫ് പൈ റേഡിയസിന്റെ സ്ക്വയർ, ഹാഫ് പൈ റേഡിയസ് സ്ക്വയർ, അതാണ് നമ്മൾ പൈ r സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയ ഓഫ് സെമി സർക്കിൾ AC ആയിട്ട് വരുന്നതിന്റെ ഈ സെമി സർക്കിളിന്റെ ഏരിയ ഹാഫ് പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ. റേഡിയസ് എത്രയാണ്? ഡയമീറ്ററിന്റെ പകുതി. അപ്പൊ ഡയമീറ്റർ എത്രയാണ്? AC ആണ്. അപ്പൊ AC യുടെ പകുതി എത്ര? AC/2. അപ്പൊ നോക്കിയേ, ഹാഫ് പൈ റേഡിയസ് സ്ക്വയർ, ഹാഫ് പൈ AC/2 അല്ലേ റേഡിയസ് വരിക, AC യുടെ പകുതിയാണല്ലോ റേഡിയസ് വരിക, AC/2 ഹോൾ സ്ക്വയർ. അപ്പൊ ഹാഫ് പൈ AC/2 ഹോൾ സ്ക്വയർ ആണ് ഈ സെമി സർക്കിളിന്റെ ഏരിയ. ഇനി ഈ സെമി സർക്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? ഇങ്ങനെ വരച്ചാലുള്ള സെമി സർക്കിളിന്റെ ഏരിയ ഹാഫ് പൈ ഇതിന്റെ പകുതി സ്ക്വയർ. അപ്പൊ ഹാഫ് പൈ BC/2 ഹോൾ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ ഏരിയ. അത് ഹാഫ് പൈ BC/2 ഹോൾ സ്ക്വയർ. ഇനി ഇതിന്റെ സെമി സർക്കിളിന്റെ ഏരിയ എത്രയായിരിക്കും? ഹാഫ് പൈ, ഇതിന്റെ റേഡിയസ് എത്ര വരിക? A യിൽ B യിലേക്കാണ് ഡയമീറ്റർ വരിക, അപ്പൊ AB/2. ഓക്കെ, അപ്പൊ ഹാഫ് പൈ AB/2 ഹോൾ സ്ക്വയർ. അപ്പൊ സെമി സർക്കിൾ ഏരിയ ഹാഫ് പൈ റേഡിയസ് സ്ക്വയർ. റേഡിയസ് പറഞ്ഞാൽ ഡയമീറ്റർ ബൈ 2, വ്യാസം ബൈ 2. അതാ ആ ഏരിയയാണ് ഇവിടെ ഉപയോഗിച്ചത്. ഓക്കെ, അത് അങ്ങനെ എഴുതി വെച്ചു. ഇനി നമുക്ക് നോക്കാം, ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ. റൈറ്റ് ട്രയാങ്കിൾ അവരുടെ കാരണം എന്താ? സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത് റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം ആയതുകൊണ്ട് AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് എഴുതാലോ. AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് എഴുതി വെച്ചു. അപ്പൊ പിന്നീട് AC യുടെ പകുതിയുടെ സ്ക്വയറും AB യുടെ പകുതിയുടെ സ്ക്വയറും BC യുടെ പകുതിയുടെ സ്ക്വയറും കൂട്ടിയാലും തുല്യമായിരിക്കും. നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. അപ്പൊ 10 സ്ക്വയർ എന്ന് പറഞ്ഞാല് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ആണല്ലോ. 8 സ്ക്വയർ 64, 6 സ്ക്വയർ 36, 36. രണ്ടും കൂടെ ആയത് 100. 10 സ്ക്വയർ കറക്റ്റ് അല്ലേ? ഇനി 10ന്റെ പകുതി എത്രയാണ്? 5 സ്ക്വയർ സമം ഇവിടെ എത്ര വരിക? 4 സ്ക്വയർ. ഇവിടെ പകുതി എത്ര വരിക? 3 സ്ക്വയർ. കറക്റ്റ് അല്ലേ? നോക്കിയേ, 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9, അത് നമുക്ക് 5ന്റെ സ്ക്വയർ. കറക്റ്റ് ആണല്ലോ. അപ്പൊ രണ്ട് ഈ തരത്തിൽ ഈക്വലൈസ് ചെയ്താല് അവയുടെ ഹാഫുകളും ഈക്വലി സ്ക്വയർ ചെയ്താല് വാല്യൂല് വ്യത്യാസം ഉണ്ടാവും. വാല്യൂല് വ്യത്യാസം ഉണ്ടാവില്ല, ഈക്വലൈസ് ചെയ്യും. വാല്യൂല് വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അത് ഈക്വൽ ആയിരിക്കും. അപ്പോ AC സ്ക്വയർ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആയതുകൊണ്ട് AC യുടെ ഹാഫിന്റെ സ്ക്വയറും AB യുടെ ഹാഫിന്റെ സ്ക്വയറും BC യുടെ ഹാഫിന്റെ സ്ക്വയറും എഴുതിയാലും അത് ഈക്വലൈസ് ചെയ്യും. പിന്നീട് എന്ത് ചെയ്തു? ഹാഫ് പൈ ഇവിടെ കൊടുത്തു, ഹാഫ് പൈ ഇവിടെ കൊടുത്തു, ഹാഫ് പൈ ഇവിടെ കൊടുത്തു. എന്തിനാ അങ്ങനെ കൊടുക്കേണ്ട കാരണം? നമ്മൾ നേരത്തെ സെമി സർക്കിളിന്റെ ഏരിയ ഇവിടെ ഹാഫ് പൈ ഇൻറ്റു AC/2 ഹോൾ സ്ക്വയർ ഹാഫ് പൈ ഇൻറ്റു ഇവിടെ എഴുതി വെച്ചതുകൊണ്ട് അതുപോലെ ഇതിനെയും ആക്കി ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ എഴുതുന്നത്. അതുകൊണ്ടാണ് ആദ്യം അത് അവിടെ എഴുതി വെച്ചത്. അപ്പൊ എന്തായി? ഹാഫ് പൈ ഇൻറ്റു AC/2 ഹോൾ സ്ക്വയർ ഹാഫ് പൈ ഇൻറ്റു AB/2 ഹോൾ സ്ക്വയർ ഹാഫ് പൈ ഇൻറ്റു BC/2 ഹോൾ സ്ക്വയർ. ഓക്കെ, സെമി സർക്കിളിന്റെ ഏരിയ ഇവിടെ എത്തി. ഇനി ഈ സെമി സർക്കിളിന്റെ ഏരിയ ആണ്. സെമി സർക്കിളിന്റെ ഏരിയ ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി ഹാഫ് പൈ ഇൻറ്റു AC/2 ഹോൾ സ്ക്വയർ എന്ന ഏത് സെമി സർക്കിൾ ആണ്? AC ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിൾ. അപ്പൊ അതിന് എന്തൊക്കെയുണ്ട്? ഇതിൽ ഒരുപാട് പീസുകൾ ഉണ്ടായതുകൊണ്ട്, പീസ് കഷ്ണം ഉണ്ടായതുകൊണ്ട് അതിനെ ഓരോന്നിനും ഓരോ നമ്പർ കൊടുത്തു. അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിനെ ഞാൻ ഏരിയനെ P എന്ന് വിളിച്ചു, ഈ ചെറിയ ഏരിയ ഞാൻ Q എന്ന് വിളിച്ചു,
ഈ ചന്ദ്രക്കല പോലെ ഇതിനെ ആർ എന്ന് വിളിച്ചു, ഈ ചെറിയ സാധനത്തിന് എസ് എന്ന് വിളിച്ചു, ഇപ്പോഴത്തെ റെഡിനെ ടി എന്ന് വിളിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഏരിയ എന്ന് പറയുന്നത് എത്ര കഷ്ണം കൂടി ചേർന്നാണ്? പിയും ക്യൂവും എസും കൂടി ചേർന്നതല്ലേ ഈ വൈറ്റിന്റെ അടിയിൽ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് പി പ്ലസ് ക്യൂ പ്ലസ് എസ്. ഇനി ഹാഫ് പൈ ഇൻറ്റു എ ബി ബൈ ടു ഹോൾ സ്ക്വയർ. എ ബി എന്ന് പറഞ്ഞാൽ ഏതാ? ഇതാണ് എ ബി. ഈ സെമി സർക്കിളിന്റെ ഏരിയ ആണ് ഹാഫ് പൈ ഇൻറ്റു എ ബി ബൈ ടു ഹോൾ സ്ക്വയർ. അപ്പൊ അതെന്തായാലും കൂട്ടിയാൽ കിട്ടും, എസും ടിയും കൂട്ടിയാൽ ടിയും എസും കൂട്ടി. മൂന്നാമത്തത് ഹാഫ് പൈ ഇൻറ്റു ബി സി ബൈ ടു ഹോൾ സ്ക്വയർ. അത് ഈ സെമി സർക്കിൾ ആണ്. ഈ സെമി സർക്കിൾ ഏതെല്ലാം വരും? ഈ ചന്ദ്രക്കലയും അതേപോലെ ഈ വെള്ള ക്യൂവും വരും. അതും അവിടെ എഴുതി വെച്ചു. ഓക്കെ, ക്യൂ പ്ലസ് ആർ എഴുതി വെച്ചു. നോക്കുക, അപ്പൊ ഇപ്പറും ക്യൂ ഉണ്ട്, അപ്പറും ക്യൂ ഉണ്ട്, അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. ഇപ്പറും എസ് ഉണ്ട്, ഇപ്പറും എസ് ഉണ്ട്, അതുകൊണ്ട് അതും ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് എത്ര കിട്ടി? ഇവിടെ പി കിട്ടി, ഇവിടെ ബാലൻസ് ടിയും ആറും. പി പ്ലസ് ആർ. പി എന്ന് പറയുന്നത് ഏത് ഏരിയ ആണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. ടി എന്ന് പറയുന്നത് ഏത് ഏരിയ ആണ്? ഈ റെഡ് ഏരിയ ആണ്. ആർ എന്ന് പറയുന്നതോ ഈ ബ്ലൂ ഏരിയ ആണ്. അപ്പൊ ഈ പി എന്ന് പറയുന്ന ഏരിയ ഈക്വൽ ടു ഈ ബ്ലൂ പ്ലസ് ഈ റെഡ്. അത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു സം ഓഫ് ഏരിയ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ. റെഡും ബ്ലൂവും ചേർന്ന ഏരിയ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ ചെയ്യേണ്ടതിന്റെ ബേസിക്കലായിട്ട് ഓർമ്മിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. നമുക്ക് സൈഡോ ഏരിയയോ ഒന്നും തന്നിട്ടില്ല. പ്രൂവ് ചെയ്യാൻ പറയുന്ന സമയത്താണ് ശ്രദ്ധിക്കണം. സെമി സർക്കിൾ, റൈറ്റ് ട്രയാങ്കിൾ, പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം കിട്ടുമ്പോൾ ഓരോ സൈഡിന്റെ കിട്ടുക. നമുക്ക് സൈഡിന്റെ സ്ക്വയർ അല്ല നമുക്ക് സെമി സർക്കിളിന്റെ ഏരിയ കാണാൻ വേണ്ടത്, ആ സൈഡിന്റെ ഹാഫ് ആണ് വേണ്ടത്. അപ്പൊ പൈതഗോറസ് തിയറം ഈക്വൽ ആവുമ്പോൾ അതിന്റെ ഹാഫ് ഇട്ട് കൊടുത്താലും അതും സെയിം വാല്യൂ വ്യത്യാസം വരുന്നില്ല, അതായത് ഈക്വൽ ആയിരിക്കും. അപ്പൊ എല്ലാ സ്ഥലത്തും പൈനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അറിയാലോ നിങ്ങൾക്ക്, ഒരു ഇക്വേഷന്റെ രണ്ട് ഭാഗത്തും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് എന്ത് വരുന്നില്ല? ഇക്വേഷൻ ഈക്വൽ തന്നെ ആയിട്ട് വരും. അപ്പൊ ആ തരത്തില് എല്ലാം എഴുതി, പിന്നെ അതിന് കണക്കായിട്ടുള്ള നമ്പർ ചെയ്തിട്ട് ഓരോ പ്ലോട്ടിന് ഓരോ നമ്പർ കൊടുത്തു, ആ നമ്പർ എഴുതി വെച്ചു. അതിനുശേഷം ക്യാൻസൽ ചെയ്തു. ബാക്കി പി ഈക്വൽ ടു പി പ്ലസ്, ബാക്കി ബാലൻസ് ആയിട്ട് വരുന്നത് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഇപ്പൊ സെമി സർക്കിളിന്റെ ഏരിയ ഏത് ഫോർമുല പഠിക്കണം? പൈതഗോറസ് തിയറം പഠിക്കണം. പൈതഗോറസ് തിയറത്തിൽ നിന്ന് എങ്ങനെയാണ് റേഡിയസിലേക്ക് അത് വന്നിട്ട് സെമി സർക്കിളിന്റെ ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്നതും കൂടെ നമ്മളവിടെ ഓർമ്മിച്ചു വെക്കണം. ഡിയർ സ്റ്റുഡൻസ്, പാർട്ട് 1 ശേഷം പാർട്ട് 2 ആണ് ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്തത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ചെയ്ത ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ഏതിലെങ്കിലും സംശയവും മറ്റ് പ്രയാസങ്ങളോ നേരിടുകയാണെങ്കിൽ മാത്സ്യൂളിന്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഈ വീഡിയോയിൽ തന്നെ അടിയിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ കമന്റ് ബോക്സിലും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഇഷ്ടപ്പെട്ടത് മാത്രമല്ല ഒരു തവണ മനസ്സിലായിട്ടെങ്കിൽ വീണ്ടും റിവൈസ് ബാക്കിലോട്ട് പോയിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തി തന്നെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലും അതിൽ സംശയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മറുപടിയും ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ കൂട്ടുകാരിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓളിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.